വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹി ബിഅദീന കല്ലത്ത് ഖിലത്ത് നാദിരിക്കന യാ റസൂലുള്ളാഹ്. പ്രഗത്ഭരായ നേതാക്കളും ഉസ്താദുമാരുമൊക്കെ വിശദമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ എൻ്റെ തൊട്ടുപിന്നിലുള്ളപ്പോൾ കൂടുതൽ സമയം അവരുടേത് കവർന്നെടുക്കുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകളിൽ ചില അനുഭവങ്ങൾ മാത്രം കുറിച്ചു വെച്ച് ഞാൻ വിടവാങ്ങാം. ഈ പ്രദേശവുമായി വളരെയേറെ ബന്ധമുള്ള ആളാണ് ഞാൻ. നിങ്ങൾക്കറിയില്ലെങ്കിലും ആ ബന്ധം തൊട്ടപ്പുറത്ത് അവസാനിക്കുമായിരുന്നു. തൊട്ടപ്പുറത്തുള്ള സ്ഥാപനത്തിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടും അവിടെയുള്ള ചില ചർച്ചകളിലും മറ്റും ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ കഴിഞ്ഞുപോയ ഒരു കാലത്തെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത്തരം ഓർമ്മകൾ ഒരുപക്ഷെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നന്മകളെ കാണുന്നതിനെ തടയുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രമേൽ അബദ്ധങ്ങളും അബദ്ധ കൂടാരവും ആണ് ആ പ്രസ്ഥാനവും അതിന്റെ ആളുകളെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഇവിടെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു ബോംബെയിലേക്ക് പോയ 3 അന്വേഷണ സംഘങ്ങളെ. അതിലെ രണ്ടാമത് പോയ അന്വേഷണ സംഘത്തിൽ പ്രതിനിധിയായിരുന്നു ഞാനും നൗഷാദ് ഹസനിയോടൊപ്പം. അവിടുന്ന് ഇങ്ങോട്ട് പല പ്രാവശ്യവും ബോംബെയിൽ പോവുകയും മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല ദോറാജിവാല എന്ന വ്യക്തിയെ വളരെ നല്ല വ്യക്തിബന്ധമുണ്ടാക്കുകയും ചെയ്തതിനു ശേഷം നിങ്ങളുടെ നാട്ടിലെ തന്നെ തൊട്ടടുത്ത സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനെ ബോംബെയിൽ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക കൂടി ചെയ്ത ഓർമ്മ എനിക്കുണ്ട്. അദ്ദേഹം ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അന്വേഷണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. ഒരുപാട് സംവാദങ്ങളിലും വ്യവസ്ഥകളിലും ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബന്ധം ഉപയോഗിച്ച് ബോംബെയിൽ വന്നപ്പോ ഇക്ബാൽ ജാലിയവാലയുടെ അടുത്ത് ഇദ്ദേഹത്തിന് കൂടുതൽ സൗകര്യമുണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ 1-2 പ്രാവശ്യം ഞാൻ ഇടപെട്ടിരുന്നു. വളരെ ആത്മാർത്ഥമായി മഹാന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കേരളത്തിലെ സമസ്തയും കീഴ്ഘടകങ്ങളും എന്നതുകൊണ്ട് തന്നെ അതിന്റെ ആളോട് ആ വന്ന വ്യക്തിയോട് ഞാൻ ആത്മാർത്ഥമായി എന്നെ അദ്ദേഹം കേൾക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എപ്പോൾ സംസാരിച്ചാലും അത് വളരെ കൗതുകത്തോടെ കേട്ടിരുന്നയാൾ ഇപ്പോൾ എന്തായാലും അത് പ്രത്യേക അവസ്ഥയിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ബോംബെയിൽ വന്നപ്പോൾ ഞാനുള്ള മജ്ലിസിൽ നിന്ന് മുഹമ്മദ് ഇക്ബാൽ ജാലിയവാലയോട് അദ്ദേഹത്തിന്റെ പരമ്പരയെക്കുറിച്ച് സംസാരിക്കാൻ അവസരം തേടിയപ്പോൾ അത് ലഭിച്ചിരുന്നോ ഇല്ലേ എന്ന ചോദ്യം മാത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പുനർവിചിന്തനത്തിന് വേണ്ടി ഞാൻ ഇട്ടുകൊടുക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്ന മനുഷ്യനാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പുസ്തകങ്ങളും ലേഖനങ്ങളും ആദർശ പഠനത്തിന് അനിവാര്യമായ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. അത്രത്തോളം വളരെ ക്രിയേറ്റീവ് മൈൻഡായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ ചോദ്യവും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉറുദു വളരെ കുറേ സംസാരിക്കാൻ അറിയൂ എന്നതുകൊണ്ട് തന്നെ അറിയാവുന്ന ഉറുദു ഉപയോഗിച്ച് സംസാരിച്ചപ്പോ കേരളത്തിൽ കേട്ട സനദുകൾ വല്ലതും അദ്ദേഹം പറഞ്ഞതോ വായിച്ചു തന്നതോ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഹസനിയോട് ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസൽ, നിങ്ങൾ എന്റെ ഈ ചോദ്യം ഒന്ന് കേൾക്കണം. ഇത് നിങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടല്ല ചോദിക്കുന്നത്. സമസ്തയാകുന്ന മഹിത പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന്റെ
അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട്, സത്യം മാത്രം പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അനുഭവങ്ങൾക്ക് അവിടെ പ്രാധാന്യമുണ്ട്. ഇത് ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസൽ അഹ്സനിയും ഒന്നിച്ചനുഭവിച്ച സത്യത്തെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത്. അങ്ങനെ ഫൈസൽ അഹ്സനി ബോംബെയിൽ വന്നപ്പോ അദ്ദേഹത്തിന് ബോംബെയിലെ ജാലിയൻവാലയുടെ അടുത്ത് വന്ന സമയത്ത് തൃപ്തികരമായ മറുപടി കിട്ടിയിട്ടില്ല എന്ന് ഞാൻ കട്ടായം പറയും. ഇല്ല എന്ന് ഫൈസൽ ഹസനി, എനിക്ക് ലഭിച്ചു എന്ന് ഫൈസൽ ഹസനി പറയുന്നുവെങ്കിൽ രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ ആവർത്തിക്കും. ജാലിയൻവാല അവിടെ നിൽക്കട്ടെ. അബുദാബിയിലെ ഹസ്രജി വന്നപ്പോ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ നടത്തിയ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അറബിയിൽ നടത്തിയ ഇന്റർവ്യൂ. അതിന്റെ CD ഉള്ളത് എന്റെ കയ്യിലാണെന്നും നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന് നിങ്ങൾക്ക് സംതൃപ്തി ലഭിച്ചിരുന്നു ചോദ്യങ്ങളിൽ. ആദ്യം ഹസൻ സഖാഫി തറയിട്ടാൽ സുന്നി വോയിസിനു വേണ്ടി നടത്തിയ അഭിമുഖവും രണ്ടാമത് നിങ്ങൾ നടത്തിയ അഭിമുഖവും, ഈ രണ്ടും കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിന് ശാന്തി കിട്ടാതെ പോയത് നിങ്ങൾ ഓർത്തെടുക്കുന്നില്ലേ? അതോടൊപ്പം ജാലിയൻവാലയെടുത്ത് വന്ന് നിങ്ങൾ ജാലിയൻവാലയിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് പുസ്തകത്തിലേക്ക് കുറിച്ചുവെച്ച പുസ്തകം നിങ്ങൾ എന്റെ കൈകളിൽ ഇപ്പോൾ എടുത്തു തന്നാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ പോയ നിങ്ങൾ എഴുതി വെച്ച ചോദ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നെ അവിടെ കാണാം. നിങ്ങൾ ആഗ്രഹിച്ച ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ എത്തിയ സാഹചര്യം നിങ്ങൾക്കുണ്ടായപ്പോൾ ചിലത് എന്നോടും ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ചിന്തിക്കുന്ന ഒരാളുടെ ചോദ്യം എന്റെ മനസ്സിലും സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ചില ചോദ്യങ്ങൾ, അന്നുണ്ടായിരുന്ന ചില ചോദ്യങ്ങൾ പിന്നീടുണ്ടായ എന്റെ മാറ്റങ്ങളിൽ ഒരു ചെറിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ഈ സമയത്ത് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഫൈസൽ ഹസനിയോട് എനിക്ക് വ്യക്തിപരമായി, ഇതെന്റെ ശൈലിയാണ്, കേരളത്തിലെ ഏത് പ്രദേശത്ത് ചെന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളോട് എനിക്ക് പറയാനുണ്ടാവും. ഇപ്രദേശത്ത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തോടാണ്. ഇതൊരു സെപ്പറേറ്റ് ടച്ചുള്ള പരിപാടിയാണ്, കരുതിക്കോളൂ. അങ്ങനെ തന്നെയാണല്ലോ ഫൈസൽ ഹസനി നമ്മൾ നടത്താറുള്ള സംവാദങ്ങളുടെ ശൈലിയിൽ നിന്നും രൂപങ്ങളിൽ നിന്നും ഭാവവ്യതിയാനങ്ങൾ വരുത്തിയിട്ടൊരു പുതിയ ശൈലിയിൽ ആശയഗണനങ്ങളും സംവാദങ്ങളും നടത്തിയ അതേ രീതിയിലേക്ക് നമുക്കിതിനെയും കാണാം. ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കൊണ്ട് കഴിയുമെങ്കിൽ ഒന്നുകൂടി ബോംബെയിലേക്ക് പോവുക. ഒന്നുകൂടി ബോംബെയിൽ പോയിട്ട് നിങ്ങൾ ആ സനദിനെ കുറിച്ചൊരു പഠനം നടത്തുക. നിങ്ങൾ അന്ന് ചോദിച്ച ചോദ്യത്തിലെ ചില ഭാഗങ്ങൾ മാത്രം ഞാനിവിടെ പറയുകയാണിപ്പോൾ. വളരെ പരിമിതമായ സമയമായതിനാൽ ഞാൻ ചുരുക്കുകയാണ്. 60ഓളം ദിവസം ജാലിയൻവാലയുടെ വീട്ടിലും അദ്ദേഹത്തിന്റെ വീട്ടിന് പരിസരത്തും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളാണ് ഞാൻ. ഈ വിഷയം പഠിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇതിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം വളരെ ചേർന്ന് നിന്നുകൊണ്ടും പോയ ദിവസങ്ങൾ, അങ്ങനെ 60ഓളം ദിവസങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരുപാട് ദിവസങ്ങൾ. ആ സമയത്ത് നിങ്ങൾ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അവസാനം ഞാനൊരു ശ്രമം നടത്തി. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില സത്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു സമൂഹം കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന് ഇന്ന് മർക്കസിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന ഷാറ് യഥാർത്ഥമല്ലെന്നും അത് വ്യാജമാണെന്നും അതിന്റെ പേരിലുള്ള കഥകളിലൊക്കെ ഒരുപാട് അംഗീകരിക്കാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ടെന്നും സൂചിപ്പിച്ചുകൊണ്ട് റോങ് പരിപാടികളാക്കി മാറ്റി പൊന്മ പറഞ്ഞപ്പോ, പൊന്മളയുടെ ആ വാദമുഖങ്ങൾ ഓരോന്നിനെയും എടുത്ത് ഗണ്ഡിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ശ്രമം ഞാൻ നടത്തി നോക്കിയപ്പോ അതിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും എന്റെ പഴയ നേതാവ് കൂടിയായിരുന്ന കാന്തപുരം ഇടപെട്ട് മലപ്പുറത്ത് വെച്ച് പറഞ്ഞു, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കളവ് പറയാറില്ല. പൊന്മള കളവ് പറയാറില്ല എന്ന് പറഞ്ഞതോടെ ഞാനൊരു സത്യം മനസ്സിലാക്കി. പൊന്മള കളവ് പറയാറില്ലെങ്കിൽ കാന്തപുരം കളവ് പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പൊന്മള പറഞ്ഞത് മർക്കസിലുള്ളത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ്. ജാലിയൻവാലയുടെ മർക്കസിലേക്കുള്ള വരവ് അംഗീകരിക്കാൻ സാധിക്കില്ല, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പൊന്മള പറഞ്ഞത്. ആ പൊന്മള സത്യം മാത്രമേ പറയാറുള്ളൂ എന്ന് കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു. എങ്കിൽ പൊന്മള സത്യം പറയുന്ന ആളാണ്, കളവ് പറയാറില്ല എങ്കിൽ അതിന്റെ അർത്ഥം കാന്തപുരം കളവ് പറയുന്ന ആളാണ് എന്ന് തന്നെയാണ്.
അത് വായിച്ചെടുക്കാൻ ന്യൂട്ടന്റെ ബുദ്ധിയൊന്നും ആവശ്യമില്ല, സാധാരണ ബുദ്ധി മതി. ഫൈസൽ ഹാസന് ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ചിന്തിച്ചുണ്ടാക്കുന്ന ബുദ്ധി ഇതിനാവശ്യമില്ല. അങ്ങനെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വ്യാജമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതിന്റെ ഓഡിയോ രേഖകൾ ഇന്നും ജനങ്ങളുടെ മുന്നിലുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഒരുപാട് അന്വേഷണങ്ങൾക്കും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തിനോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ കൊണ്ടുവന്ന ജിഷാൻ മാഹിയിലൂടെ പുറത്തു കൊണ്ടുവന്ന ആ ക്ലിപ്പുകൾ ആരാ ജിഷാൻ മാഹി? ജിഷാൻ മാഹിയുടെ കല്യാണത്തിന് ഫൈസൽ ഹാസനെ വിളിച്ചു. ഇന്ന് ജിഷാൻ എന്നോട് പറഞ്ഞതാ. ആ സമയത്ത് ജിഷാനോട് പറഞ്ഞു, ജിഷാനെ എന്റെ കല്യാണത്തിന് ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ ആരെ കല്യാണത്തിന് അവരാണ് മൂപ്പര് ചോദിച്ചത്. അത്രയുമേറെ വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന ജിഷാൻ മാഹിയിൽ നിന്ന് ഞാൻ ആ ക്ലിപ്പുകൾ കൊണ്ടുവന്ന് സമൂഹത്തിൽ ഏൽപ്പിച്ചപ്പോ പലരും ചില പ്രയോഗങ്ങളൊക്കെ നടത്തി രക്ഷപ്പെട്ടു എന്നല്ലാതെ പാടെ നിഷേധിക്കാൻ ഒരാൾക്കും സാധിച്ചില്ല. ഇവിടെ വെച്ച് ഞാൻ ചോദിക്കുന്നു, വലിയൊരു അന്വേഷണത്തിന് ഒരുപാട് കേന്ദ്രങ്ങളിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ സ്ഥാപനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പഴയകാല സുഹൃത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടേതായി ഞാൻ കൊണ്ടുവന്ന രേഖകളെ മുഴുവൻ വെച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു ഓഡിയോ ലാബ് വെച്ച് അത് പരിശോധിച്ചുകൊണ്ട് അത് വ്യാജമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ചെലവ് ഞാൻ എടുത്തോളാം. അഭയ കേസിലെ ഓഡിയോ ടേപ്പ് ടെസ്റ്റ് ചെയ്ത ബാംഗ്ലൂരിലെ ലാബ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവിടെ ആവട്ടെ ടെസ്റ്റ്. അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് വരുന്ന സാമ്പത്തികമായ ബാധ്യതകൾ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. ഇപ്പൊ അങ്ങനെയാണല്ലോ പറയുന്നത്, എനിക്ക് 50 ലക്ഷം രൂപ SKSS തന്നെന്നാ പറഞ്ഞത്. ഏതായാലും ബാംഗ്ലൂരിൽ 20,000 രൂപ വേണ്ടു. അതിൽ നിന്ന് 20,000 രൂപ എടുക്കാമല്ലോ. എന്നാലും ബാക്കി ഒരുപാട് പൈസ ബാക്കിയായി. അതിന്റെ ചെലവും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ പറയുന്ന ആളുകൾ പിന്നെ ഒരു ആരോപണം ഞാൻ ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ള ആളാണ്. രണ്ടുണ്ട്. ഇതെങ്ങനെ പൊരുത്തപ്പെട്ടു എന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ ഒരു വിധത്തിൽ ബാംഗ്ലൂരിലെ ലാബിൽ വെച്ച് പൊന്മള പറഞ്ഞതും പേരോട് പറഞ്ഞതും അതുപോലെ നിങ്ങളുടെ ഇപ്പോഴും പുറത്തുവരാത്ത ഒരുപാട് ക്ലിപ്പുകൾ സംഭാഷണങ്ങൾ എന്റെ കയ്യിലുണ്ട്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ ഫൈസൽ ഹസനിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന നൌഷാദ് ഹസനിയോട് 1.5 മണിക്കൂറോളം തന്റെ വീട്ടിലിരുന്ന് പറഞ്ഞ ക്ലിപ്പ് കേരളം കേട്ടിട്ടില്ലെങ്കിലും 2 ദിവസത്തിനകം ഇൻഷാ അല്ലാഹ് അത് കേരളം കേൾക്കാൻ പോവുകയാണ്. കേരളത്തിലുള്ള ജനങ്ങളെ കേൾക്കാൻ പോവുകയാണ്. അതിൽ പച്ചയായി പറയുന്നു, കള്ളുകുടിയന് സമാനമായി ജാലിയവാലയെ പരിചയപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നടക്കെ കേട്ടു നോക്കാമല്ലോ. അങ്ങനെ പൊന്മള പറഞ്ഞ ഈ രേഖകളെ മുഴുവൻ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിലെവിടെയെങ്കിലും ഒരു കൃത്രിമത്വം കാണിച്ചത് ഞാനും ജിഷാനും കാണിച്ചതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കാല് പിടിച്ചു മാപ്പ് വന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ദൃശ്യവൽക്കരിച്ച് കാണിച്ചു കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് വെല്ലുവിളിക്കുകയാണ്. തയ്യാറാവുമോ നിങ്ങളുടെ സംഘടന? 4.5 മാസമായി ഞാനിത് കേരളത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. SKSSFന്റെ വേദികളിലേക്ക് SKSSFന്റെ പ്രവർത്തകനായി കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ കയറി വരുന്നതിന് മുമ്പ് മുതൽ ഇക്കഴിഞ്ഞ റമദാനിൽ ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ ഈ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരുന്നിട്ടും നെഞ്ചുറപ്പുള്ള ഒരു SSFകാരനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ മുദ്രാവാക്യമായി പോസ്റ്ററുകൾ ഒട്ടിക്കാറില്ലേ? നെഞ്ചുറപ്പുണ്ടോ, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനെന്ന് ചോദിക്കാറില്ലേ? ഇപ്പോൾ നിങ്ങളുടെ പോസ്റ്ററുകളിലെ മാറ്ററുകൾ മാറിപ്പോവുകയാണ്. നെഞ്ചിടിപ്പുണ്ടോ, ഹോസ്പിറ്റലിലിരിക്കാനെന്ന വിധത്തിലേക്ക്. അവിധത്തിലേക്ക് നിങ്ങൾ പരിതാപകരമായ പരാജയത്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SSFകാരോട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, പഴയകാല സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഇത് തെളിയിക്കാനുള്ളൊരു വേണ്ടി ഏകദേശം ഒരു 60-70 വ്യവസ്ഥകളിൽ സംവാദ വ്യവസ്ഥകളിൽ പോയി സംവാദത്തിന്റെ കരാർ ഒപ്പിടാൻ പോയ ഫൈസൽ ഹസനി എന്ന പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ പറയട്ടെ, അത്രത്തോളം വഹാബിസത്തോട് പോരടിക്കാൻ നിങ്ങൾ കാണിച്ച ആർജവത്തിന്റെ ഒരു അംശം ഇവിഷയത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ ഇതെന്റെ വെല്ലുവിളിയാണ്. ഒന്നിച്ച് നിങ്ങളുടെ മധ്യസ്ഥനായിരുന്ന ഞാൻ മറുപക്ഷത്തിരുന്ന് നിങ്ങളുടെ എതിർവാദിയായി വരുന്ന രൂപത്തിൽ നമുക്കൊരു വാദപ്രതിവാദത്തിന്റെയും ഒരു അന്വേഷണത്തിന്റെയും ഒരു പഠനത്തിന്റെയും വേദിക്കാൻ ഞാൻ തയ്യാറാണ്. ഫൈസൽ ഹസന് തയ്യാറാവുമോ? മറുപടി പറയാൻ ഇവിടെ ഒരു വേദിയിട്ടുണ്ട്. അതിനകത്ത് മൈക്ക് ഓൺ ചെയ്ത് വെച്ച് ഈ പരിപാടിക്ക് ശേഷം ഇന്ന് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് ഏറ്റെടുക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുട്ടികൾ തയ്യാറാണ്.
അതിന് ജംഇയ്യത്തുൽ ഉലമ വേണ്ട. നമ്മളൊക്കെ പണ്ടേ പറയുന്നൊരു വർത്താനുണ്ടല്ലോ, മൂട്ടയൊക്കെല്ലാം വേണ്ടി ആരും ലിംബൊലൊക്കെ എടുക്കാറില്ല എന്ന്. അതുകൊണ്ട് SSFകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, പൊന്മളയുടെ ഈ ഓഡിയോ ടാപ്പുകളും മുഴുവനും ഒരു പരിശോധന നടത്തിയിട്ട് പൊന്മള കാന്തപുരം കൊണ്ടുവന്ന ഷെയറിന് പൂർണ്ണമായും എതിരാണെന്ന് സമർത്ഥിക്കാൻ, തെളിയിക്കാൻ എനിക്ക് കഴിയുമെന്ന് ആർജവത്തോടെ ഞാനിവിടെ തുറന്നു പറയുകയാണ്. അതുകൊണ്ട് SSFകാരായ നേതാക്കളോട്, പ്രവർത്തകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ബോംബെയിലെ ജാലിയവാലയെക്കുറിച്ച് കാന്തപുരത്തിന് ജാലിയവാലയെ അറിയുന്നത് വളരെ പരിമിതമായ അറിവാണ്. അദ്ദേഹം ജാലിയവാലയെ കണ്ടത് ഒരു പ്രാവശ്യമാണ് ആകെ കണ്ടത്, ഒറ്റ പ്രാവശ്യം. കുഞ്ഞാലുകുട്ടി ഫൈസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ ഒരു പ്രാവശ്യം. അദ്ദേഹത്തിന്റെ മകൻ ഹക്കീം അസ്ഹരി കണ്ടത് 3 പ്രാവശ്യം. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടോ ഞാനറിയില്ല. അതിനു മുമ്പുള്ള കാലത്ത് ആകെ കണ്ടത്. പിന്നെ ഞാൻ കണ്ടതോ 60 ദിവസം, 60 പ്രാവശ്യമല്ല. സാധാരണ ഡോക്ടർ 3 നേരമായിരിക്കും കൊടുത്തിട്ടുണ്ടോ, ഞാൻ 6-7 നേരമൊക്കെ മരുന്ന് കഴിക്കും. ഇത് മൂപ്പർ കണ്ടിട്ടുണ്ട്. രാത്രി 8 മണി മുതൽ സുബ്ഹി നിസ്കാരം വരെ ഈ പറയപ്പെട്ട ദിവസങ്ങൾ അയാളെ വീട്ടിൽ ഞാൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ഓരോ മൊമെന്റ്സും ഞാൻ പഠിച്ചിട്ടുണ്ട്, ഓരോ നിമിഷങ്ങളെയും പഠിച്ചിട്ടുണ്ട്. അവിടെയുള്ള തനതുകളുടെ രൂപഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നന്നായി പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോ കേരള സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നത് ഈ അധ്യായത്തിലെ 3-ാം പാഠാണ്. 1ഉം 2ഉം പാഠങ്ങൾ തൽക്കാലം ഞാനിപ്പോൾ ഒഴിവാക്കി അവിടെ വെച്ചിട്ടുണ്ട്. 4-ാമത്തത് പിന്നെ നമുക്ക് തുറന്നു നോക്കാം. ഒഴിവാക്കൂല, അതൊക്കെ തുറക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു മാസം പേരോട് ഇറങ്ങി വരും വരെ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രം. പേരോടിന്റെ മാളത്തിലിറങ്ങിയിട്ട് പേരോടിനെ പുറത്തു ചാടിച്ച് ഈ വിഷയത്തിൽ പേരോട് കേരളത്തിലെ സുന്നി ശക്തിയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് സംവാദങ്ങളും ആദർശ പോരാട്ടങ്ങളും നടത്തുന്ന ഇസ്തിഖാമയോടൊരു സംവാദം പേരോടിനെ കൊണ്ട് നടത്തിച്ച് മാത്രമേ ഞങ്ങൾ അടങ്ങുള്ളൂ. ഇല്ലെങ്കിൽ പേരോടും കൂട്ടുകാരും പ്രസ്ഥാനം പിരിച്ചുവിട്ട് പോകേണ്ട ഗതിയെത്തും. പ്രവർത്തകരൊത്തോ ഇന്നലെയിലാണ് ഈ പ്രസ്ഥാനവും ഈ വിഷയങ്ങളും പോകുന്നതെങ്കിൽ പിരിച്ചുവിടാൻ ആ പ്രസ്ഥാനത്തിന് ഒരാളെ കിട്ടാത്തൊരവസ്ഥ വരും. ഒറ്റപ്പെടുന്നവരും രക്ഷപ്പെട്ടോളൂ. അതാ നിങ്ങൾക്ക് അഭികാമ്യത. അങ്ങനെ പൊന്മള പറയുന്നത് കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് ഞാൻ അംഗീകരിക്കുന്നില്ല, അത് തെറ്റാണെന്നാണ്. കാന്തപുരം പറയുന്നു പൊന്മള നല്ല ആളാണ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട SSFകാരാ, ഹമീദ് ഫൈസിയും ഇതന്നല്ലേ പറഞ്ഞത്? അല്ലേ? SKSSFും പറഞ്ഞത് ഇതന്നല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പൊന്മളയെക്കാളേറെ സ്നേഹിക്കേണ്ടത് ഹമീദ് ഫൈസിനല്ലേ? ഹമീദ് ഫൈസി പുറത്തുനിന്നാ പറഞ്ഞത്, മറ്റുള്ള പാളയത്തിനുള്ളിൽ നിന്നാണ് പട നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ച് പുറത്താക്കി കൂടെ ആണത്തോട്ടെങ്കിൽ പുറത്താക്കാൻ പേടിയുണ്ടല്ലേ? പുറത്താക്കിയാൽ ചിലപ്പോ ഓരോ കല്ലുകളും അടർന്ന് വീഴുന്നത് കാണും. പിന്നെ പ്രത്യേകം ഞാൻ പ്രശംസിക്കുന്ന ഒരാളുണ്ട്, അലവി സഖാഫി മാളിയേക്കൽ. അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് വളരെ സൂപ്പറാണ്. ഈ വിഷയം എന്നാണോ തുടങ്ങിയത് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പണിക്ക് പോണ്ട, താല്പര്യമില്ല. ഇന്ന് ഈ വിധം ഈ സമയം വരെ വിഷയം ഇത്ര എത്തിയിട്ടും കേരളത്തിൽ ഇന്നും APയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരാത്ത ഒരേ ഒരു കാന്തപുരം വിഭാഗത്തിലെ പ്രഭാഷകർ, ഒരു പ്രശ്നം പോലും നടത്താതെ ഇനി മരുന്നിൽ കൂട്ടം 1-2 ഇവിടുന്ന് എടുത്തു കൊണ്ടുവരും. ചില സമയത്ത് അങ്ങനെ ശ്രമിക്കും. പക്ഷെ കേരളത്തിൽ നിറഞ്ഞാടിയ ഒരു മനുഷ്യനായിരുന്നല്ലോ. എന്തേ ഈ വിഷയത്തിൽ കാണാത്തത്? ഒന്നും വേണ്ട. പുതിയ വിവാദങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് പൊന്മളയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഞാൻ പുറത്തു കൊണ്ടുവരികയും ജിഷാൻ മാഹി തുറന്നടക്കുകയും ചെയ്ത വിവാദങ്ങൾ കേരളത്തിൽ കത്തിയപ്പോ പോലും താൻ ഷെയ്ഖുന എന്ന് വിളിക്കുന്ന പൊന്മളയെ രക്ഷിക്കാൻ പോലും അലവി സഖാഫി വന്നില്ലല്ലോ. അതാണത്താണ്. വിശ്വസിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു. ഉസ്താദിനെ പോലെ അല്ല ശിഷ്യനെന്നർത്ഥം. അതുകൊണ്ട് അലവി സഖാഫിക്ക് നന്ദി പറയുക. നിങ്ങളതിൽ ഉറച്ചു നിന്നത്. നിങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ നിങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇന്നുവരെ നിങ്ങൾ ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ അവിടെ ഇരിക്കാം. ഇനി ഇറങ്ങിയാൽ ജിഷാൻമായി വരുന്ന പേടി നിങ്ങൾക്കുണ്ടാവും. അവിടെ ഉണ്ടല്ലോ കുറെ ജിഷാൻ പുറത്തുവിടാത്ത കുറെ ക്ലിപ്പുകൾ. ഏതായാലും അലവി സഖാഫി വരില്ല. അപ്പൊ ഈ അന്വേഷണവുമായി ബോംബെയിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ ഈ പത്രക്കാരുടെ മുന്നിലൊക്കെ വിഷയം പറഞ്ഞ് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു അന്വേഷണം നടത്തി. പുതിയ
ചില വെളിപ്പെടുത്തലുകൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്നു എന്ന് തോന്നിയപ്പോ ഞാൻ ജാലിയവാലയോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ കാന്തപുരത്തിന് സനദ് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ജാലിയവാല പറഞ്ഞു, ഞാൻ കാന്തപുരത്തിന് സനദ് കൊടുത്തിട്ടില്ല. കാന്തപുരത്തിന് സനദ് കൊടുത്തിട്ടില്ല. ഫൈസലാസിൽ കേട്ടോളൂ. പിന്നെങ്ങനെ അവിടെ വന്നു? അപ്പോ സൗദി അറേബ്യന്റെ സീല് പോലത്തെ ഒരു സാധനം അവിടെ കൊടുത്തിട്ടുണ്ട്. പണ്ട് ഹുദവിയൊക്കെ പോയി കണ്ടത് ആ സാധനമല്ല പറഞ്ഞത്. നിങ്ങൾ കോട്ടക്കലിൽ വായിച്ച സനദ് കാന്തപുരത്തിന് ജാലിയവാല കൊടുത്തതല്ല എന്ന് ജാലിയവാല പറഞ്ഞു. ഞാൻ ജാലിയവാലയോട് ചോദിച്ചു, നിങ്ങൾ ഇത് ഏത് വഴിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കുംഭപരമ്പരയിലൂടെയാണ് കിട്ടിയത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ പൈസയോടെ വിശദീകരിക്കും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ കുടുംബ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ദോറജിവാലയൊക്കെയായിട്ടുള്ള പിതാവിന്റെ പേരൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ പേരും സനദിൽ കാണാതിരുന്നപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ഈ ജീലാനി എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ സനദിൽ കാണുന്നുണ്ടല്ലോ, അയാൾ അറിയോന്ന്? അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല, അദ്ദേഹത്തെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് അയാൾ അറിയുകയുമില്ല എന്ന് പറഞ്ഞു. പിന്നെങ്ങനെ ഇത് വന്നു? കൊടുത്തിട്ടുമില്ല, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉടനെ ഞാൻ ഇത് കൈമാറി എന്ന് പറയുന്ന ആരിഫ് ബറക്കാത്തി സയ്യിദുമാരിലെ വലിയ ആളാണെന്നാണ് കാന്തപുരം പ്രസംഗിച്ചത്. മർഹറ ഷരീഫിലെ വലിയ മഹാന്മാരിലൂടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നെറ്റും പ്രിങ്ങനെ വിശദീകരിച്ച് പറയാറുണ്ട്. അതിൽപ്പെട്ട ബറക്കാത്തി സയ്യിദാണെന്ന്. അപ്പൊ ഈ ആരിഫ് ബറക്കാത്തിയോട് അന്വേഷിച്ചപ്പോ അയാൾ ബറക്കാത്തിയാണെന്ന് പേരിന്റെ കൂടെ ഉണ്ടെന്നല്ലാതെ അയാൾ സയ്യിദല്ല, നാടൻ നമ്മളെ പോലുള്ള ഒരാളാണ്. അയാൾ സയ്യിദുമല്ല. കാന്തപുരത്തോട് ഇങ്ങനെ കളവ് പറയുന്നതിൽ കാന്തപുരത്തെ കവച്ചു വെക്കാൻ ഒരിക്കലും ഫൈസലാസനിക്കൊന്നും കഴിയില്ല. അത്രത്തോളം ടോപ്പാണ്. കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവായ ഒരാളുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ആള് കാന്തപുരം വേണമെങ്കിൽ പുറത്തു നിന്നാ എന്ത് പറയും? അദ്ദേഹം ത്വരീഖത്തിന്റെ ഷെയ്ഖാന്ന് വരും, പറയില്ലേ? പേരിൽ ഷെയ്ഖ് എന്നുണ്ടായാൽ. ഈ ബറക്കാത്തി എന്ന് കേട്ടപ്പോഴേക്ക് ആരിഫ് ബറക്കാത്തി സയ്യിദാണ്, ബറക്കാത്തി സാദാത്താണ് എന്നൊക്കെ പറയുന്ന ആൾ അതും പറയൂലേ? അപ്പൊ ഞാൻ ബറക്കാത്തിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ സനദിന്റെ കുറെ സംഭവങ്ങൾ അതിനിടയിൽ വളരെ ചുരുക്കി, എങ്ങനെ ഈ സനദ് ഇങ്ങനെ വന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അഥവാ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഷെയ്ഖ് അബൂബക്കർ, ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഷെയ്ഖ് അബൂബക്കർ. ഈ ഷെയ്ഖ് അബൂബക്കർ ജാലിയവാലയിൽ നിന്ന് സനദ് വാങ്ങിക്കാൻ എന്നെ ഏൽപ്പിച്ചു. 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സനദ് ചോദിച്ചപ്പോൾ ജാലിയവാല പറഞ്ഞു, എന്റെ കയ്യിൽ സനദില്ല. പൈസ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, സനദില്ലാതെ അയാൾ എന്തെടുത്തു കൊടുക്കാനാ? അപ്പോ വീണ്ടും ഇദ്ദേഹത്തിന്റെ കാന്തപുരത്ത് അറിയിച്ചു, ഇങ്ങനെ വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ 5 ലക്ഷം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ സനദില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. പേരോടിനോടാണത് പറഞ്ഞിരുന്നെങ്കിൽ പേരോടെന്തെങ്കിലും ഇതാ ഇവിടെ എന്ന് പറയും. ഇവരങ്ങനെയാണല്ലോ സാധാരണ, സിറാജുല്ലുദ ഇതാ ഇവിടെ എന്നാണ് ഇവർ പറയാം. അതുപോലെ മൂപ്പര് ചിലപ്പോ പറയും, സനദ് ഞാൻ പിന്നെ തരാം. അടിരേഖയല്ല, ചെറിയ പണിയല്ലുള്ളൂ. അടിരേഖ എന്നുണ്ട്, അടിരേഖ. എന്റെ ആളോട് ബാക്കിലിരിക്കുന്നുണ്ട്, അടിരേഖ ഓപ്പറേഷൻ. അപ്പോ ഈ അടിരേഖ അവിടെ ഇല്ല. അതും കാന്തപുരത്തെ ഇദ്ദേഹം അറിയിച്ചു. അങ്ങനെ അറിയിച്ചപ്പോ കാന്തപുരം പിന്നെ ആകെ ഇനി എന്ത് ചെയ്യും? പിന്നെ അദ്ദേഹത്തിന് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വലിയ മറ്റൊരാൾ ആവശ്യമായി. തന്ത്രം എന്ന് പറഞ്ഞാൽ കുതന്ത്രങ്ങൾ വളരെ പെട്ടെന്ന് മിന്നിമറിയും. അദ്ദേഹം ഒരു പുതിയ കുതന്ത്രം കണ്ടെത്തി. ബോംബെയിൽ ആരെങ്കിലും ഷേർ മുബാറക്ക് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള സനദ് വാങ്ങിച്ച് അതിങ്ങോട്ട് അയച്ചു തരാൻ പറ്റും. അപ്പൊ ഇയാൾ അന്വേഷണവുമായി ആരിഫ് ബറക്കാത്തി നടന്നു. അങ്ങനെ ഒരാളെ കണ്ടുമുട്ടി, അയാളുടെ സനദ് വാങ്ങിച്ച് ഇവിടെ അയച്ചു കൊടുത്തു. ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ മലയമ്മ സക്കാഫി ഇവരൊക്കെ കൂടിയിട്ട് അവരത് കണ്ടപ്പോൾ ഖാദിരിയ തരീഖത്തിന്റെ ഷേഖന്മാരാണെന്നൊക്കെ അവർ കരുതിയിട്ടുണ്ടാവും. അതാവാനും സാധ്യതയുണ്ട്. കാരണം ഈ കൊടുത്താളെ പേര് അബ്ദുൽ ഖാദർ ജീലാനി എന്ന പേരുള്ള ഒരാളാണ്, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി. അപ്പൊ പിന്നെ ഖാദിരിയ തരീഖത്തെ
ഇതുമായിട്ടൊക്കെ അത് ബന്ധമുണ്ടാവും, സംഭവം ശരി തന്നെ ആയിരിക്കും. അപ്പോ പക്ഷെ ബോംബെയിൽ നമ്മളൊരു കാറ്, ലോറി അല്ലെങ്കിൽ ഒരു പിക്കപ്പ് അതൊന്നും എന്തായാലും ഒരു കാറ് നമ്മൾ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന് സങ്കല്പിക്കാം. അത് കൊണ്ടുവന്നാൽ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ കൊണ്ടുവന്ന് റീ രജിസ്ട്രേഷൻ നടത്തും, നമ്പറൊക്കെ ഒന്ന് മാറ്റി നമ്മളെ കേരള രജിസ്ട്രേഷൻ ഒക്കെ നടത്തി വണ്ടി ഒന്ന് ചേസൊക്കെ ഒന്ന് ക്ലിയർ ആക്കി, വണ്ടിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി, പെയിന്റൊക്കെ അടിച്ച് ഉഷാറാക്കിയിട്ടാണ് ചെറിയ പൈസ കിട്ടുന്ന സാധനം ഇവിടെ ഉഷാറാക്കി കൂട്ടുക. അതുപോലെ അവിടെ നിന്ന് കിട്ടിയ സാധനം ഇവിടെ കൊണ്ടുവന്നൊന്ന് ഉഷാറാക്കി അതിന്റെ അലകും പുതിയതും ഉഷാറാക്കിയിട്ട് മർക്കസിൽ നിന്ന് സനദായി പുറത്തിറക്കി. അതിന്റെ മേലെ സനദിന്റെ മേലെ മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് ചോദിച്ചു. ഇത് ആരിഫ് കാക്കി സത്യനോട് പറഞ്ഞു. പിന്നെ ഞാൻ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയെ കണ്ടെത്താനുള്ള ശ്രമമായി. അങ്ങനെ ഞാൻ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയെ കണ്ടെത്തി. ഗുലാം അബ്ദുൽ ഖാദറിനോട് ഈ സനദ് കാണിച്ചു കൊടുത്ത് ജാലിയവാലയുടെ പേര് കാണിക്കാതെ മറ്റു പേര് മാത്രം കാണിച്ചു കൊടുത്തപ്പോ ഗുലാം പറഞ്ഞു ഇത് എന്റെ സനദാണ്. അപ്പൊ ഉറപ്പായി ഞാൻ ഈ വിഷയം അയാളോട് പറഞ്ഞു. അയാൾ കിട്ടിപ്പോയി. അയാൾ ഈ വഞ്ചനയിൽ കൂട്ടുന്ന ആളല്ല. അയാളോട് സനദ് ചോദിച്ചപ്പോൾ കൊടുത്തു. അത് സാധാരണയാണ്, സത്യസന്ധമായിട്ട് അയാൾ കൊടുത്തു. പക്ഷേ ഇങ്ങനൊരു കച്ചവടത്തിനാണ്, ഒരു കച്ചവടക്കാരന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം അറിയില്ലല്ലോ. ഇതാണ് കേരളത്തിൽ ഇന്ന് കൊണ്ടു നടന്ന് കാണിക്കുന്ന സനദ്. ഞങ്ങളൊക്കെ കൊണ്ട് കാണിച്ചിട്ടുള്ളത് ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല. അത് കാണിക്കാൻ കാരണം നമ്മൾ വിശ്വസിച്ചു അത്. പക്ഷേ ഒരു കാര്യം വിശ്വസിച്ചാലും പിന്നീട് അന്വേഷണത്തിന്റെ ഭാഗമായി അത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടാൽ തുറന്നു പറയുന്നതാണ് ആണത്വവും യാഥാർത്ഥ്യം പറയുന്നതാണ് അയാളുടെ ക്വാളിറ്റി. യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയാണ്? തെറ്റുപറ്റിയാൽ തിരിച്ചറിയുകയും തുറന്നു പറയുകയും. അതിന്റെ പേരിൽ ഒന്നും കുറയൊന്നുമില്ല. എന്തു പറയാനാണ്? അള്ളാഹു നമുക്ക് പുറത്തു തരും. അതോടൊപ്പം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വീണ്ടും പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു ഏറ്റിത്തരുള്ളൂ, കുറക്കൊന്നുമില്ല. അതുകൊണ്ട് ഫൈസലാസിന് ഈ മടിയുണ്ടെങ്കിൽ പേടിക്കണ്ട. ആ മടിയൊക്കെ മാറ്റിവെച്ച് ബോധ്യപ്പെട്ട സത്യം എങ്കിലും തുറന്നു പറയാൻ തയ്യാറാവുക. ഇനി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് ഫൈസലാസിന് പറയുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ചാൻസ്, ഒരു ചോയ്സ് തരികയാണ്. നിങ്ങളൊന്ന് ബോംബെ പോകും. ബോംബെ പോയിട്ട് നിങ്ങളെ ബോംബെയിൽ ഇപ്പൊ ജാലിയവാലൊക്കെ അറിയാലോ, നിങ്ങൾ അങ്ങോട്ട് കയറ്റുകയും ചെയ്യും. കയറ്റാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവിടെ പോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക, ഈ സനദുമായിട്ട് പോവാ, ഈ സനദുമായി ആപ്പോ ചെറിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. ഹിന്ദി മലയാളം കൂട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞു തരും. നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ അയാൾ പറഞ്ഞു തരും. അയാൾക്ക് കുറച്ചൊക്കെ മലയാളം തിരിയും. അയാളുടെ വീട്ടിലൊരു സ്ത്രീ, ഒരു പത്രപ്രവർത്തകർ വരാറുണ്ട്, മലയാളിയാണ്. ബോംബെക്കാരിയാണെങ്കിലും മലയാളം അറിയുന്നതാണ്. അവര് മലയാളം വേണം പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ സത്യം ബോധ്യപ്പെട്ടു. ഷാർ മുബാറക്കിന്റേതാണെന്ന് പറഞ്ഞൊരു വ്യാജ സനദുണ്ടാക്കിയിട്ട് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് ഒരിക്കലും അനുയോജ്യമല്ലാത്തതാണെന്ന് നിങ്ങൾ ഓതിക്കൊടുക്കുന്ന കിതാബിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഇനി അലി ഉസ്താദിനോടായാലും എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ ആ പഴയകാലത്തെ ചരിത്രങ്ങൾ ഓതിക്കൊണ്ട് ദണ്ണം വബാവ സൂര്യമൊക്കെ ചൊല്ലിക്കൊണ്ട് ആ നാട്ടിലുണ്ടാകുന്ന വിപത്തുകളെ തടുക്കാൻ ബദരീങ്ങളുടെ കാവൽ തേടുന്ന പ്രിയപ്പെട്ട ഉസ്താദേ, ഇത് അതിനേക്കാൾ വലിയ വസൂരിയാണ്. മാരക രോഗമാണിത്. മനസ്സിനെ നശിപ്പിക്കുന്ന, ജീവനെ തകർത്തു കളയുന്ന ഏറ്റവും വലിയ മാരകമായ വിപത്താണ് നിങ്ങൾ ഇതിലൂടെ നേരിടാൻ പോകുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറയുന്ന ഒരു തെറ്റായ ശൃംഖലയുണ്ടാക്കിയിട്ട് കാപട്യം കാണിക്കത് ഉസ്താദെ നിങ്ങൾ നടത്തുന്ന ആത്മീയ പ്രവർത്തനങ്ങൾക്ക് യോജിക്കുമോ എന്ന് ചോദിക്കാൻ ഞാൻ സമീപപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ഓക്കെ ഉസ്താദ്, ഇത് പൊറുക്കില്ല എന്ന് നിങ്ങൾക്കറിയില്ല ഉസ്താദെ. ജീവിതകാലത്ത് ദുനിയാവിന്റെ സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകാതിരുന്ന ഉസ്താദുൽ അസാത്തീർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഓക്കെ ഉസ്താദ് പൊറുക്കില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദുമാർ ഇത് ചിന്തിക്കണം. ഇതാരോടുമുള്ള വിരോധം കൊണ്ട് പറഞ്ഞതല്ല. കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം പറയുന്നത് സത്യമാണെന്നും തോന്നിയിരുന്നൊരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി ധീരധീരം ശബ്ദിച്ചയാളാണെന്ന് അലി ഉസ്താദിനെ എനിക്കുറിച്ചറിയാം. ആ സമയത്ത് കോടതിയിൽ പോയി മർക്കസ് നിർമ്മിക്കുന്ന പള്ളിക്ക് വേണ്ടിയും കാന്തപുരത്തിന് വേണ്ടിയും ശക്തമായി വാദിച്ചയാളാണ് ഞാനെന്ന് പറയാം.
ഇന്നും കാന്തപുരത്തിന് അനുകൂലമായി ഹൈക്കോടതിയിൽ ഒരു വ്യക്തി മാത്രമേ കാന്തപുരത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളൂ, കക്ഷി ചേർന്നിട്ടുള്ളൂ കാന്തപുരത്തിന് അനുകൂലമായിട്ട്. അത് ഞാനാണ്. അങ്ങനെ കക്ഷി ചേർന്ന ഞാൻ അതിൽ പറയുന്നുണ്ട് 26 വർഷം 20-ലധികം വർഷമായിട്ട്, അത് പറയുന്നത് അങ്ങനെയാണ്, 20-ലധികം വർഷമായിട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സത്യസന്ധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട്. പക്ഷേ ശേഷം സത്യത്തിന്റെ മേൽ ചേർത്താൽ വരുന്ന ആ രൂപത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അസത്യമാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഇപ്പോൾ ഞാൻ ഖേദിക്കുന്നു. പഴയ കാലത്ത് ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചത് വളരെ ആത്മാർത്ഥമായി തന്നെയായിരുന്നു. ആരും എനിക്ക് പറഞ്ഞു തന്നിട്ട് ആർക്കോ വേണ്ടി പ്രവർത്തിച്ചതല്ല, ആത്മാർത്ഥമായിട്ടാണ്. സത്യം ബോധ്യപ്പെടുമ്പോ തിരിച്ചനിവാര്യമാണ്. അത് തറവാട്ടിലേക്കായി എന്നത് അഭിമാനമാണ് എനിക്ക്. മുസ്ലിം ഉമ്മത്തിന്റെ തറവാടാണ് കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്നതോടെ കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ഇത്തരം എന്തെങ്കിലും വേണ്ടായികൾക്ക് കൂട്ടുനിന്നു പോയെങ്കിൽ അവകളൊക്കെ പൊറുക്കാനും പുറത്തു കിട്ടാനും പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവിടെ വേദികളുണ്ട്, വഴികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ഞാൻ കൂടുതലൊന്നും പറയില്ല. ഈ ഒരു സനദ് മാത്രം വെച്ച് നിങ്ങൾ പരിശോധിക്കുക. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടാവുമല്ലോ, മൊബൈൽ. ആ മൊബൈൽ കാൽക്കുലേറ്ററിൽ നിങ്ങളൊരു കണക്കൂട്ടി, വളരെ നല്ല രസമുള്ളൊരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഈ ജാലിയവാല എന്ന മനുഷ്യൻ, അയാൾക്ക് 70 വയസ്സിന് മേലെയായി. ഇന്ന് 70 വയസ്സുള്ള ജാലിയവാലക്ക് 40 വർഷം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ജീവിച്ചിരിക്കുന്ന ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന വ്യക്തി, കണക്ക് മനസ്സിലായില്ല, ഇങ്ങോട്ട് പറയണം അല്ലെ, കണക്കാമോ 2 പ്രാവശ്യമൊക്കെ പറയേണ്ടി വരും. ഇന്ന് 70 വയസ്സുള്ള ജാലിയവാലക്ക് 40 വർഷം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന വ്യക്തി, ഇപ്പൊ മനസ്സിലായ കണക്ക്, നൽകിയതാണ് ഈ ഷെയർ എന്നാണ് ഈ സനദ് പറയുന്നത്. ഈ സനദിലെ രണ്ടാമത്തെ ആൾ ആരാണ്? ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു ചെല്ലണ്ട, ബോംബെയിലുള്ള ആളാണ്. ഈ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിക്ക് ഇന്ന് 27 വയസ്സാണ്. അയാൾ 40 കൊല്ലം മുമ്പ് എവിടുന്നായിരിക്കും കൊടുത്തത്? ആലമുൽ അർവാഹ് എന്നാണ്. 40 വർഷം മുമ്പ് ഇദ്ദേഹത്തിന് കൊടുത്തതാണ് അത്ര ഈ ഷെയർ പറയും. സനദിലെങ്ങനെയാ? നീ പോട്ടെ, ആ ഗുലാം അബ്ദുൽ ഖാദർ അല്ലാത്ത വേറൊരു ഗുലാം അബ്ദുൽ ഖാദർ നിങ്ങൾ കാണിച്ചു തരുമോ? പിന്നെ SSFകാർക്കൊരു സാധാരണ ഒരു എല്ല് കൂടുതലാണ്. അപ്പോ ചിലപ്പോ തോന്നുന്നുണ്ടാവും ഒന്ന് വെല്ലുവിളിച്ചാൽ വേണ്ടി പോയിക്കളയാണ്. നിങ്ങൾ പോകുമ്പോ ആദ്യം ഫൈസൽ ഹസനോട് ചോദിക്കണം, വെല്ലുവിളിച്ചത് രാമൻകളിയാണ്, എന്താ ചെയ്യേണ്ടത്, എന്നിട്ട് പോയാൽ മതി. ഫൈസൽ ഹസനിക്ക് അറിയാം ഞാൻ ആരാണ്. അദ്ദേഹത്തിന്റെ സംവാദങ്ങളിൽ ഒന്നിച്ച് മധ്യസ്ഥനായ ആളാണല്ലോ. അപ്പോ ഫൈസൽ ഹസൻ എന്ന് പറഞ്ഞു കൊടുക്കും, കഥ കൃത്യമായി പറഞ്ഞു തരും. എല്ലാ രേഖകളും, ഓഡിയോ രേഖകളും, ഇതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങളും മുഴുവൻ കയ്യിലാക്കിയതിനു ശേഷം സമൂഹത്തോട് ഞാൻ പറയാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാൻ പറയില്ല, നിങ്ങൾക്ക് തന്നെ അറിയില്ല, അത്ത പൊട്ടനല്ല എന്നുള്ളത്. ആ രേഖകൾ സംസാരിക്കും. ജാലിയവാല പറയുന്നു, എനിക്ക് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി അറിയില്ല. ഗുലാം അബ്ദുൽ ഖാദർ പറയുന്നു, എനിക്ക് ജാലിയവാലയും അറിയില്ല. ഇവിടുള്ള കാന്തപുരം പറയുന്നു, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയെ ജാലിയവാലക്കറിയാം, അദ്ദേഹത്തിന്റെ ശൈഖാണ്, അദ്ദേഹത്തിന് മുടി കൊടുത്തത് അദ്ദേഹമാണ്, ഇവരല്ലാത്ത മറ്റാരുമില്ല എന്നൊക്കെ വിളിച്ചു പറയുന്നു കാന്തപുരം. ബോംബെയിൽ പോയിട്ടും ഇത് കാണാൻ പോലും പോവാതിരുന്ന പേരോട് പറയുന്നു, ഞങ്ങളുടെ കയ്യിലുള്ള സനദ് വ്യാജമല്ല, ഒറിജിനലാണ്. എന്നിട്ട് പേരോട് വായിക്കുന്നത് എന്താ? ഈ ജാലിയവാലയെ പേരോട് അങ്ങോട്ട് ഒഴിവാക്കി, എന്നിട്ട് ഗുലാം അബ്ദുൽ ഖാദറിന്റെ പേര് വായിച്ചു. അതിന്റെ രീതിശാസ്ത്രം എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കും. എന്തിനാ ജാലിയവാല ഒഴിവാക്കിയത്? ഇനിയൊരു സംവാദോ ഖണ്ഡനോ കേരളത്തിൽ വന്നാൽ ഇനി പറയണം, ഞങ്ങളുടെ കയ്യിൽ ഇതല്ലാത്ത മറ്റൊരു ഷെയർ കൂടിയുണ്ട്, അത് ഞങ്ങൾക്ക് തന്നത് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സനദായതെന്ന് പറയാൻ ഇന്നേ ഉണ്ടാക്കി വെക്കാൻ നിങ്ങൾ, അത് തിരിച്ചറിയാൻ മക്കൾക്ക് ബോധം ഞങ്ങൾക്കുണ്ട്.
അതും കൊണ്ട് ഇങ്ങോട്ടും നാറും. പിന്നെ ഒരു കയറ് മാത്രം വേണ്ടിവരും ആ പ്രസ്ഥാനം രക്ഷിക്കാൻ. ആ ഒരവസ്ഥകൾ ഉണ്ടാക്കിയത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എനിക്കിത് മാത്രം പറഞ്ഞാൽ തന്നെ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഒരു മാസത്തേക്കൊന്നല്ല. ഇതിലെ ഏത് ഭാഗം നിങ്ങൾ തൊട്ടാലും കൊടുക്കും. ഇനി ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിനെ മറ്റേയാൾക്ക് അറിയാന്ന് പറഞ്ഞാൽ വേറെ കൊടുത്തു പറവരുത്. ഇനി അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഗതികേട് വരും. പിന്നെ പേരോട് പറയാം. ഇനി പേരോട് വരുമ്പോൾ കൊടുക്കുന്ന വേറൊന്നുണ്ട്. ഗുലാം അബ്ദുൽ ഖാദറിന്റെ ആ സനദ് ഇങ്ങനെ വായിച്ചാൽ പേരോട് കോഴിക്കോട് എന്ന് പറഞ്ഞത് 35 ആളുണ്ട് എന്നാണ് അതിനകത്ത്, അല്ലെങ്കിൽ 33. പേരോട് അങ്ങനെ പറഞ്ഞത് 2 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ AP അബൂബക്കർ മുസ്ലിയാർ കോട്ടക്കലിൽ നിന്ന് വെച്ച് വായിച്ചത് 45 ആളെ പേരാണ്. അവിടെയും പ്രശ്നമാണ്. എവിടെ നിങ്ങൾക്ക് യോജിപ്പുള്ളത്? നിങ്ങൾ തമ്മിൽ വൈരുദ്ധ്യം വരാത്ത. ഞാൻ ഇന്നലെ കുഞ്ഞാലക്കുട്ടി ഫെസ്റ്റ്, പണ്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് കേട്ടിരുന്ന നമ്മളൊന്ന് കുറച്ച് ചിരിക്കുമായിരുന്നു. കുഞ്ഞാലക്കുട്ടി ഫെസ്റ്റ് ഇന്നലെ ഇപ്പെടുന്ന തിരൂരിന് കാന്തപുരം AP ഉസ്താദ് എല്ലാ കൊല്ലവും ബോംബെയിൽ പോകുന്നു, എന്നിട്ട് ജാലിയാലെ കാണുന്നു എന്ന് പറഞ്ഞ മൂപ്പരിങ്ങനെ കരഞ്ഞ് പറയാം. പാവം മനുഷ്യൻ. അയാളോട് ആരൊക്കെയോ പോയി പറയും, മൂപ്പർ അങ്ങോട്ട് പറയുകയും ചെയ്യും. കാന്തപുരം ആകെ ജീവിതത്തിൽ കണ്ടേ ഞാൻ പറഞ്ഞല്ലോ. കാന്തപുരത്തോട് അദ്ദേഹത്തിന്റെ മുഖഭാവം എങ്ങനെയാന്ന് ചോദിച്ചാൽ പോലും പറയാൻ കഴിയില്ല. അത്രേ പരിചയമുള്ള, ഒരു പരിചയമില്ല. ആ നിലയിൽ വെറുതെ കുറെ ആളുകൾ പുതിയ പുതിയ കളവുകൾ പറഞ്ഞുണ്ടാക്കി, ഇങ്ങനെ കളവുകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇவ்விധത്തിൽ നിങ്ങൾ അപമാനിക്കുന്നത് എന്ന് സ്വയം ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവുമായി ആരെങ്കിലും അടുത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങൾ സമുദായത്തിലെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി മാറുകയാണ് നിങ്ങളറിയാതെ തന്നെ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. നല്ല യൂണിഫോമുകളും ചിട്ടയൊത്ത ചില ശാസ്ത്രീയ പ്രവർത്തനങ്ങളുമല്ല മതപ്രബോധനത്തിന്റെ അവസാന വാക്കാവാനുള്ള നിബന്ധനകൾ. അത് ആത്മാർത്ഥതയും അറിവും കുറവുമുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വമാണ്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ കലാപരമായി നിങ്ങളുണ്ടാക്കിയ കാന്തശക്തികൾക്കൊന്നും ഈ അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ കാന്തപുരം 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 എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പഴയകാല സുഹൃത്തുക്കൾക്ക് വേദനയുണ്ടാകും പറയുന്നതിൽ. എന്നോട് ക്ഷമിച്ചേക്കുക, നിങ്ങളുടെ പ്രസ്ഥാനമാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത്. ഒരു കാലഘട്ടത്തിൽ ഫൈസൽ ഹസനയുടെ പ്രിയപ്പെട്ട ഉസ്താദ് കുറ്റിപ്പുറം നിങ്ങൾക്കറിയാലോ, കുറ്റിപ്പുറം അറിയാലോ, കാന്തപുരത്തിന് അറിയില്ലെങ്കിലും കാന്തപുരത്തിന്റെ കേരള യാത്ര പ്രഖ്യാപനം നടത്തിയത് കുറ്റിപ്പുറത്ത് വെച്ചായിരുന്നു. കുറ്റിപ്പുറത്ത് വെച്ച് കാന്തപുരത്തിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ, യാത്രയുടെ പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ സുലൈമാൻ മുസ്ലിയാർ എന്ന ഇവിടുത്തെ ഈ പറയപ്പെട്ടവരുടെ ഉസ്താദ് അദ്ദേഹത്തിന് ആ പ്രഖ്യാപനം വായിച്ചു കൊടുത്തത് സുലൈമാൻ സഖാഫി മാളിയേക്കലായിരുന്നു. സുലൈമാൻ സഖാഫി മാളിയേക്കൽ വായിച്ചു കൊടുത്തു കാന്തപുരത്തിന്റെ കേരള യാത്ര. ഈ സുലൈമാൻ മുസ്ലിയാർ വായിച്ചു കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര. വീണ്ടും സുലൈമാൻ വായിച്ചു കാന്തപുരത്തിന്റെ കേരള യാത്ര. വീണ്ടും സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞു കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര. പിന്നെ സുലൈമാൻ ഉസ്താദിന് തോന്നി, സുലൈമാൻ ഞാനല്ല വലിയ സുലൈമാൻ മറ്റേ സുലൈമാൻ തന്നെയാണ്, അത്യാവശ്യം തടിയുങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാധു പേടിച്ച് കാന്തപുരത്തിന്റെ കേരള യാത്ര പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം നടത്തിയ കാലത്ത് കാന്തപുരം ഉസ്താദ് എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയ്ക്കുള്ളിൽ കലാമുയർത്തിയെന്ന് ഞാൻ. അതൊരു തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല അന്ന്. ഇന്ന് തോന്നുന്നു അങ്ങനെ ഒന്ന് ചെയ്യരുതായിരുന്നു അന്ന്. പക്ഷേ പേരോട് ഇറങ്ങിയിട്ട് പേരോടും കൂറ്റമ്പാറയും പൊന്മളിയുമൊക്കെ നാട് നീളം എല്ലാ ക്യാമ്പുകളിലും പറഞ്ഞു നമ്മുടെ തീരുമാനമാണ്, ഇങ്ങനെ പറഞ്ഞിരിക്കണം. അന്ന് എനിക്ക് അവരുടെ അത്ര ബുദ്ധിയില്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. സത്യം സംഭവിക്കുന്നതിന് നമുക്ക് വിഷമമൊന്നുമില്ലല്ലോ, നമുക്ക് അംഗീകരിച്ചു കൊടുക്കാമല്ലോ. പക്ഷെ അന്ന് അവർ സത്യം പറഞ്ഞു, അത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർക്കറിയാമായിരുന്നു കാന്തപുരം ആരാണ്. ഉസ്താദിൽ നിന്നോ കവറിലുലമെന്നും കൂട്ടാൻ മാത്രം അയാളില്ല എന്ന് അന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് അവർ ഇപ്പൊ പേരോട് ജിഷാൻ മാഹിയോട് മണിക്കൂറുകളുടെ സംഭാഷണത്തിൽ എന്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് വലിച്ചു നീട്ടി വായിച്ചു കൊടുത്തു. എന്തായിരുന്നു ആദ്യത്തെ ചാർജ് ഷീറ്റ്? കേരളയാത്ര നടക്കുന്ന സമയത്ത് കാന്തപുരത്തിന്റെ കേരളയാത്ര എന്ന് സംഘടന പറഞ്ഞപ്പോ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദെ കേരളയാത്ര എന്ന് പറഞ്ഞത് ഈ രാമൻകളിയാണ്, അവൻ സംഘടനക്കെതിരാണെന്ന് പറഞ്ഞതിന്റെ ചാർജ് ഷീറ്റ് അതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ എന്റെ മുന്നിലുള്ള പ്രവർത്തകരോട്, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് ചെറുശ്ശേരിയുടെ യാത്ര എന്ന് പറയാൻ നിങ്ങളുടെ മനസ്സനുവദിക്കുമോ? അനുവദിക്കുമോ? ഇല്ല. നിങ്ങളുടെ ചെറിയ കുട്ടികൾ വിളിക്കുമോ അങ്ങനെ? ഇല്ല, വിളിക്കില്ല. പക്ഷെ SSFകാരുടെ ചെറിയ കുട്ടികളുടെ സംഘടനയായ SPS-ന്റെ കുട്ടികൾ മുദ്രാവാക്യം വിളിച്ചു കാന്തപുരത്തിൽ കേരളയാത്രയാണ്. എന്താ ഇതല്ലാതെ പിന്നെന്താ മുഖമിടാനുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സമസ്തയുടെ ഒരു വലിയ നേതാവ് ചെറുശ്ശേരി ഉസ്താദ് ഇങ്ങനെ നിൽക്കുമ്പോ കുറച്ച് കുട്ടികൾ അപ്പുറത്ത് നിന്നിട്ട് ചെറുശ്ശേരി ചെറുശ്ശേരി എന്ന് വിളിച്ചാൽ അതിലെ സാങ്കത്യത്തെ കുറിച്ച് ചിന്തിക്കൂ. ആ കുട്ടികളുടെ വീട്ടിലുണ്ടാവുന്ന ആ കുട്ടികൾ ആരാ പഠിപ്പിച്ചെന്ന് നിങ്ങൾ ചോദിക്കൂലേ? ആ ചോദ്യം സ്വാഭാവികമാണോ? എന്നാ പിന്നെ SSFകാരോട് നമുക്ക് ചോദിച്ചു നോക്കുക. കാന്തപുരത്തെ മുന്നിൽ നിർത്തി കാന്തപുരത്തിൽ കേരളയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം കാന്തപുരം എന്ന് ചെറിയ കുട്ടികളെ കൊണ്ട് വിളിപ്പിച്ചപ്പോ നിങ്ങളുടെ ഈ ആത്മീയമായ ഗുരുക്കളോടുള്ള ബഹുമാന ആദരവുകൾ എവിടെ പോയി? പഠിപ്പിച്ചു കൊടുത്തവർ ആരാണെന്ന് സമൂഹം ചോദിച്ചിട്ടുണ്ടാവില്ലേ? അന്ന് സമസ്തയുടേതെന്ന് പറഞ്ഞ ആ സംഘടന, അന്ന് ഞാൻ സമസ്ത പറയാറുണ്ട് അതിനെ. ഇന്നെനിക്ക് മനസ്സിലായി അത് സമസ്തയല്ല എന്ന് മനസ്സിലാക്കുന്നു ഞാൻ. സമസ്ത പുറത്താക്കിയ 6 പേരുടെ അതിൽ നിന്ന് വന്നുണ്ടായ ഒരു സംഘം, അതിന് സമസ്തയെ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം സൈനുൽ ഉലമയെയും കോയക്കുട്ടി ഉസ്താദിനെയും അംഗീകരിക്കുന്നതോടെ എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാൻ 2 തോണിയിൽ കാലുവെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ പരിധിതി എന്തായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോ സമസ്തയുടെ നേതാക്കൾ എന്ന് പറഞ്ഞ് അന്ന് ഞാൻ സമസ്തയുടെ സെക്രട്ടറിക്ക് നൽകിയ വിലയായിരുന്നു ഉസ്താദ് എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ ഖമറുൽ ഉലമ. അപ്പോ എന്നോട് സംഘടന പറഞ്ഞു വിളിക്കരുത്. അവസാനം ഞാനത് നിർത്തി. ഇപ്പോ അത് അങ്ങനെ വിളിച്ച് ശീലിച്ചത് ഇപ്പൊ എനിക്ക് ഉപകാരപ്പെട്ടു. അല്ലാതെ അറിയാതെ ഞാൻ ചിലപ്പോ ഉസ്താദ് എന്ന് വിളിച്ചു പോയാലോ സ്റ്റേജിൽ നിന്ന്. ഇപ്പൊ വരുന്നില്ലല്ലോ, കൃത്യമായി കാട് വരുന്നില്ല ഏതൊരു പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ പഴയകാല സംഘടനയ്ക്ക് കാന്തപുരം എന്ന് വിളിക്കാൻ പഠിപ്പിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ വരുന്ന ഏത് SSFകാരനും ധൈര്യമായിട്ട് വിളിക്കാൻ കഴിയും. കാരണം ഞങ്ങൾ കേരളയാത്രയിൽ വിളിച്ച് ശീലിച്ചിട്ടുണ്ട്. ഏത് SSFകാരൻ കടന്നു വന്നാൽ നിങ്ങൾ സ്വീകരണം കൊടുത്തോളൂ, നിങ്ങൾ പഠിക്കേണ്ട ഉസ്താദെന്ന് വിളിക്കുന്നത് വരൂല. വായി നമ്മൾ പഠിച്ചതല്ലേ, 6 മാസം പറഞ്ഞതല്ലേ. ഇടക്കാലത്ത് ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കി. കോഴിക്കോട് സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ബുക്ക് സ്റ്റാളിന്റെ പുറത്തൊരു പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സപ്തദിനോ പഞ്ചദിനോ കുറെ ദിനമുണ്ട് ഉപ്പി. അതിലേതൊരു ദിനം സപ്തദിന പ്രഭാഷണത്തിന്റെ പോസ്റ്റർ, പേരോട് ഉസ്താദിന്റെ സപ്തദ് പ്രഭാഷണം. താഴെ ഒരു പരസ്യമുണ്ട്, കാന്തപുരത്തിന്റെ കേരളയാത്ര. ഏതായതിലും മൂപ്പർ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കുഞ്ഞാലൻകുട്ടി ഫൈസി ഉസ്താദിന്റെ പ്രഭാഷണം, ചെറുശ്ശേരി ദുആ ചെയ്യുന്നു. അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രസ്സാരനടക്കം പിടിച്ച് തല്ലൂലേ? കൊടുത്താൽ മാത്രമല്ല, ഇതാണ് അദബ്, പൊരുത്തം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ സംഘടനയിലുള്ള അവസ്ഥ. അപ്പൊ അതിൽ ആ നിലയിൽ പ്രവർത്തിക്കുന്നതിനേക്കാളേറെ നല്ലത് വളരെ പെട്ടെന്ന് രക്ഷപ്പെടലാണ് എന്നൊരു തിരിച്ചറിവ് എനിക്കേറെ ഉപകാരപ്പെട്ടു. അൽഹംദുലില്ലാഹ്, ലക്കൽ ഹംദു യാ അല്ലാഹ്. ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് ആ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്. പലപ്പോഴും ഫൈസിയെ പോലുള്ള ആള് കേരളത്തിൽ തിരികേശമാണോ വ്യാജകേശമാണോ എന്ന ഒരു ചർച്ചയെക്കുറിച്ച് പറയാറുണ്ട്. എനിക്കതിൽ താല്പര്യക്കുറവാണ്. അങ്ങനെ ഇത് തിരികേശമല്ല എന്ന് പറയുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു വ്യാജവൽക്കരണം നടത്തുന്നതിന് ഞാൻ എതിരാണ്. തുറന്നു പറയുന്നതിന് എന്താ, എന്റെ വാദമൊന്നുമല്ല. എന്റെ വാദം ആ സംഘടന തന്നെ തെറ്റാണ്, വ്യാജാണെന്ന്. അല്ലാതെ ഒരു പാർട്ടിയിലേക്ക് ഒതുക്കുന്നതിൽ എനിക്ക് താല്പര്യം കുറവാണ്. ഈ സത്യങ്ങളൊക്കെ തിരിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ 2 പേർ കുറേ ദിവസങ്ങൾ ചർച്ച ചെയ്തു. 3-4 മാസം ഇന്ന് സ്വതന്ത്രമായ വേദികൾ, സ്വതന്ത്ര പ്രവർത്തനം, അല്ലാത്ത കാര്യങ്ങൾ, കേരളത്തിൽ എങ്ങനെ പ്രവർത്തിക്കാം, സുന്നത്ത് ജമാഅത്ത് എങ്ങനെ പറയാം, എവിടെ പറയാം, കാന്തപുരത്തോടൊപ്പം ഇനി പറയുന്നതിൽ അർത്ഥമില്ല, കാന്തപുരത്തിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഇനി ആദർശം പറയാൻ കഴിയില്ല, അവർക്ക് ആദർശത്തോട് കൂറില്ല, അവർക്ക് ആദർശം പറയാൻ അവകാശമില്ല എന്നൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടത്തിൽ
ഫൈസൽ ഹസനിയുടെ സുഹൃത്ത് നൗഷാദ് ഹസനിയും ഒന്നിച്ച് ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ചക്കൊടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു, അജയ്യമായ സത്യത്തിന്റെ പാത സമസ്തയുടേതാണ്, അതുകൊണ്ട് അതിലേക്ക് പോകാതെ ഞങ്ങൾ തീരുമാനിച്ചു. ഒന്നിച്ച് കയ്യും പിടിച്ച് ഞങ്ങളിങ്ങനെ പുറപ്പെട്ടു. ആ സമയത്ത് എനിക്കൊരു നിയത്തെ ഉണ്ടായിരുന്നത്, സത്യം ഏതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അസത്യം ഇന്നതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സത്യത്തിന്റെ തീരമണിയണം എന്ന ആഗ്രഹം മാത്രം. അതിന് തീരുമാനമെടുത്തത് എന്റെ കാര്യത്തിൽ സ്വമേധയാ ഞാനെടുത്തില്ല. നൗഷാദ് ഹസനിയുടെ കാര്യത്തിൽ സ്വമേധയാ നൗഷാദ് ഹസനി തീരുമാനമെടുത്തു. അങ്ങനെ രണ്ടുപേരും തീരുമാനമായിട്ട് ഇതിന് മുന്നോട്ട് പോന്നു. പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുമുള്ള സദസ്സിൽ സമസ്തയുടെ അജയ്യരായ സെക്രട്ടറി സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെയും മറ്റുള്ള പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങളുടെ ആഗ്രഹം അവരെ അറിയിക്കുകയും ഞങ്ങൾക്ക് അബദ്ധം പിണഞ്ഞത് അവിടെ തുറന്നു പറയുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ 5-6 പേരുണ്ടായിരുന്നു. ആ സമയത്ത് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നല്ലൊരു ഉപദേശം നൽകി. ശേഷം സൈനുൽ ഉലമയും നല്ലൊരു ഉപദേശം നൽകി. സൈനുൽ ഉലമയുടെ ഉപദേശത്തിൽ സൈനുൽ ഉലമ പറഞ്ഞു, നിസൂഹായ തൗബയുമായി ഇവിടേക്ക് കടന്നു വരുന്ന ആരെയും ഞങ്ങൾ ചവിട്ടി പുറത്താക്കാറില്ല, സ്വീകരിക്കുന്ന പാരമ്പര്യമാണ് സമസ്തയുടേത്. കണ്ണിയത്ത് ഉസ്താദിനെ പോലെ ശംസുൽ ഉലമയെ പോലെയുള്ള സച്ചരിതരായ ഔലിയാക്കൾ നയിച്ച പ്രസ്ഥാനമാണിത്. ഇവിടെ കളവും വഞ്ചനയും ഒന്നുമില്ല എന്ന് അദ്ദേഹം ഉസ്താദ് അവിടെ നിന്ന് സൂചിപ്പിച്ചു. ആ സൂചന വളരെ നല്ല സൂചനയായിരുന്നു. എന്റെ കയ്യും പിടിച്ച് എന്റെ കൂടെ വന്ന സുഹൃത്തിന് ആ വാക്കുകളിൽ എന്തോ ഒരു മനഃപൂർവ്വം തോന്നിയെന്നൊരു സംശയം. ചതിയും വഞ്ചനയൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് പിടച്ചോ എന്നൊരു പേടി എനിക്ക്, ഒരു സംശയം എനിക്ക്. അല്ലെങ്കിൽ കേരള മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യായ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അവിടെ നിന്നിങ്ങോട്ട് വരുന്ന ഒരു പ്രത്യേകമായ കാന്തിക ശക്തി ഉണ്ടായിരുന്നു. ചില പേരിൽ മാത്രമേ അതുള്ളൂ, ഇവിടെ അതല്ല. ഇവിടെ കാന്തിക ശക്തി തന്നെയുണ്ട്. ആ ശക്തിയിൽ ഒരുപക്ഷെ പതറിപ്പോയിട്ടുണ്ടാവും. കാരണം ഉള്ളിന്റെ ഉള്ള് സ്കാൻ ചെയ്ത് മഹാന്മാർക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. അപ്പോ ഒരുപക്ഷെ മനസ്സിലെ കാപട്യം തികട്ടിയിട്ടുണ്ടാവാം. അല്ലാഹു അലം, എനിക്കറിയില്ല. എന്റെ സുഹൃത്തിന്റെ ശാരീരിക മാനസിക സ്വാസ്ഥ്യങ്ങളെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ആ സുഹൃത്ത് സ്വമേധയാ തന്നെ അത്തരം എല്ലാ കേന്ദ്രത്തിൽ വരികയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം ഒരു സായാഹ്നത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ തോന്നി എങ്ങോട്ടോ പോയി. ഇപ്പൊ കേൾക്കുന്നത് ദുബൈയിലേക്കൊരു വിസ ശരിയുണ്ട് എന്നാണ്. വിസ ശരിയായാൽ സുഹൃത്ത് അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട്, ഇൻഷാ അല്ലാഹ് തന്നേക്കാം. അപ്പൊ അങ്ങനെ ഞാൻ വിസന്റെ ഇന്നിങ്ങനെ കേട്ടപ്പോ ഞാൻ ഓർത്തത് പണ്ടൊരു ബസ്സിന്റെ മുതലാളിന്റെ കറണ്ട്. ബസ്സിൽ ക്ലീനർ കണ്ടക്ടർ എല്ലാ ദിവസവും വളരെ നല്ല റൂട്ടാണ്. എങ്ങനെ വന്നാലും മുതലാളിക്ക് കച്ചവടം നഷ്ടമാണ്. കണ്ടക്ടർ കൊണ്ടുവരുന്നത് വളരെ കുറഞ്ഞ പൈസയുള്ള ഒരു ബുദ്ധിമാനായ ഒരാൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇതിന് പരിഹാരം പുറത്താക്കലൊണ്ടും നടക്കില്ല. പുറത്താക്കിയാൽ ചിലപ്പോൾ യൂണിയൻ ഇടപെടും, അസോസിയേഷനെ ചിലപ്പോ ആസിനി അസോസിയേഷൻ പോലുള്ള അസോസിയേഷനുകളൊക്കെ ഉണ്ടാവുമല്ലോ, അസോസിയേഷൻ ഇടപെടും. അപ്പോ ബസ് തൊഴിലാളികളുടെ അസോസിയേഷൻ ഇടപെട്ടാൽ നിങ്ങൾ പിന്നെ ബസ് ഓടിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞു കൊടുത്ത്, ഏറ്റവും നല്ല ബുദ്ധി നിങ്ങൾ ഇയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് സ്നേഹം അഭിനയിച്ച് ഗൾഫിലേക്ക് ഒരു വിസ എടുത്തു കൊടുക്കുക. അങ്ങനെ ബസ് മുതലാളി അയാളോട് പറഞ്ഞു, നീ കുറെ കാലമായില്ലേ കഷ്ടപ്പെടുന്നത്, ഒരു വീടൊക്കെ വേണ്ടേ, സ്ഥലം എടുത്തിട്ടല്ലേ ഉള്ളൂ, പൈസ പൂർണ്ണമായി കൊടുത്തില്ലല്ലോ, ഇപ്പം വിഷമിക്കുന്നില്ലേ, വെറുതെ വണ്ടി വിറ്റുകൊണ്ട് മാത്രം തീരുവോ കഥ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു സിമ്പതിയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. പറഞ്ഞു, ഞാൻ ദുബൈയിലേക്ക് ഒരു വിസ ശരിയാക്കിയിട്ടുണ്ട്, നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അപ്പൊ ദുബൈയിൽ നിന്ന് കേട്ടാൽ ആരും ഒന്ന് പകച്ചു പോലോ, പാസ്പോർട്ടുള്ളവരെ കയ്യിലായാലും വാങ്ങിക്കൊടുക്കാന്നുള്ള ധാരണയിലെങ്കിലും. അപ്പോ അതങ്ങോട്ട്
കേട്ടപ്പോൾ ഞാൻ റൈഡർ ഈ കണ്ടക്ടർ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അയാളെ കയറ്റി. ദുബൈയിലെത്തിയപ്പോഴാണ് ഇയാൾ അറിഞ്ഞത് ഒരു മരുക്കാട്ടിൽ ആട്ടിൻ കൂട്ടങ്ങളെ ആട്ടുംപറ്റത്തെ നോക്കി നടക്കാനുള്ള ജോലിയാണ് കണ്ടക്ടർ കിട്ടിയത്. ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ മുന്നോട്ടേക്ക് എന്ന് പറഞ്ഞ പോലെ ആട്ടിനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ എന്നല്ലാതെ ടിക്കറ്റ് കൊടുക്കുന്ന പണി അവിടെ അയാൾക്കില്ല. പിന്നെ അയാൾക്ക് ബോധ്യപ്പെട്ടു. അതൊക്കെ കണ്ടപ്പോഴായിരിക്കാം ഒരുപക്ഷെ ആടുജീവിതം എന്നൊക്കെ പറഞ്ഞ് ബെന്യാമീനൊക്കെ പുസ്തകം എഴുതിയത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ദുബൈയിലേക്ക് ഒരു വിസ കിട്ടുന്നുണ്ട്. സുഹൃത്തെ, ദുബൈയിലെത്തി ആട്ടിൻകൂട്ടങ്ങളെ നോക്കേണ്ടി വന്നാൽ കേരള സമൂഹത്തിന് നിങ്ങൾ അവസാനിച്ചു എന്ന കഥ അന്ന് ദുഃഖിച്ചുകൊണ്ട് വന്നു പറയുമ്പോൾ കേൾക്കാൻ ഇവിടെ ആരുമുണ്ടാവില്ല. നിങ്ങളുടെ കഥ എഴുതുമ്പോൾ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സ് പോലും ഉണ്ടാവില്ല എന്ന് സുഹൃത്തിനോട് ഞാൻ സുഹൃത്തിന്റെ സുഹൃത്ത് ഇവിടെ കേൾക്കുന്നത് കൊണ്ട് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ സുഹൃത്ത് അങ്ങനെ പോയതായാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അവിടെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. സത്യത്തിന്റെ തീരത്തേക്ക് അണയണമെങ്കിൽ തടിയുണ്ടായിട്ട് കാര്യമില്ല, കൈകളും നടക്കാൻ ശേഷിയുണ്ടായിട്ട് കാര്യമില്ല. അതിനല്ലാഹു തൗഫീക്ക് നൽകണം. ആ തൗഫീക്ക് കിട്ടിയാലല്ലാതെ അങ്ങനെ വരാൻ കഴിയില്ല. ഇങ്ങനെ വരുന്ന ആളുകളോട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നൊരു വാക്കുണ്ട്. പൊന്മള പറയുന്നൊരു വാക്കെന്താണ്? ഈ സംഘടന വിട്ടുപോയാൽ നിങ്ങൾക്ക് മയ്യത്ത് നിസ്കാരം പോലും കിട്ടൂല. മയ്യത്ത് നിസ്കരിക്കാനായി ഉണ്ടാക്കിയ ഒരു ഏജൻസിയാണെന്ന് തോന്നുന്നത് കണ്ടാൽ കേട്ടാൽ. അപ്പൊ ഇവിടെയുള്ള ആരും മയ്യത്ത് നിസ്കരിക്കാറില്ല. ഈ പള്ളിയിൽ മയ്യത്ത് നിസ്കാരം ഉണ്ടാവാറില്ല. ഇവിടുന്ന് എല്ലാവരും മരിച്ചാൽ അവിടെ പോയിട്ടാണോ നിസ്കരിക്കുക? ആണോ? എന്ത് പിടിച്ച പൊന്മള ജനങ്ങളെ വൈകാരികാക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എന്നോടൊക്കെയാ പറഞ്ഞത്, AP വിഭാഗത്തിൽ നിന്ന് മരണപ്പെട്ടാൽ ലഭിക്കുന്ന മയ്യത്ത് നിസ്കാരത്തെക്കാൾ ആത്മാർത്ഥതയുടെ പണ്ഡിതന്മാർ മുന്നിൽ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം ലഭിക്കണമെങ്കിൽ സമസ്തയുടെ പക്ഷത്തും പിന്നിലും തന്നെ നിൽക്കണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാതെ ആയിരങ്ങൾ നിസ്കരിച്ചുകൊണ്ട് കാര്യമുള്ള ഈമാനുള്ള ഒന്ന് നിസ്കരിച്ചാൽ മതി. കുറെ എണ്ണുണ്ടായിട്ടൊന്നും കഴിയാം. അതുകൊണ്ട് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഇനിയും മറ്റൊരു പരിപാടിയുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരു സമയത്ത് ഇനി ഫസലാസിലൂടെ മറുപടിയായിട്ട് സാധാരണ മുജാഹിദ് പ്രസംഗിച്ചാൽ ഇവിടെ അൻസാരിക്കെതിരേക്ക് ഒരു 10-12 മറുപടി നടത്തിയ പഴയ ഓർമ്മയ്ക്കുണ്ട്. അങ്ങനെ വരട്ടെ. അന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം നേരിൽ എന്നറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.